നമ്മുടെ നാട്ടിൽ അധികം കാണാൻ കിട്ടാത്തതും നോർത്ത് ഇന്ത്യയിൽ എവിടെയും കാണുന്ന സാധനമാണ് ഈ തരം ഗുട്ക അല്ലെങ്കിൽ പാൻ സ്റ്റെയിൻസ്. അത് ക്ലീൻ ചെയ്യുവാനായിട്ട് സർക്കാർ ഒരു വർഷം 1200 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അന്നേരം നമുക്കങ്ങ് പറഞ്ഞാൽ പോരെ, അതങ്ങ് ബാൻ ചെയ്താൽ പോരെ, അത് ഇല്ലീഗലാക്കിയാൽ പോരെ, കഴിക്കുന്നവനെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ പോരെ എന്നൊക്കെ അങ്ങ് പറയാം. പക്ഷേ അതിൻ്റെ വേറെ ഒരു മുഖം കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാവോ? 7 കോടി സ്ത്രീകളാണ് ഈ ഗുട്കയും പാനും തിന്ന് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തിന്ന് ജീവിക്കുന്നതെന്നറിയാവോ? അവർക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ കിട്ടിയില്ലെങ്കിൽ ഒരു ഗുട്കായുടെ അല്ലെങ്കിൽ പാനിൻ്റെ ഒരംശം മതി അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം അങ്ങ് മാറ്റി കിട്ടുവാനായിട്ട്. 300 രൂപ പെർ ഡേ ജോലിക്ക് ചെയ്ത് കിട്ടുന്ന ഈ വേജസ് ചെയ്ത് കിട്ടുന്ന സ്ത്രീകൾക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ 4.5 കോടി ജനങ്ങളാണ് ഈ ഗുട്ക, പാൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ വയറ്റിപ്പഴപ്പല്ലേ, അത് അത്ര ഈസി ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. അത് വളരെ ഈസിയാണ് നമുക്ക് പറയുവാനായിട്ട്, ബാൻ ചെയ്യുവാനായിട്ട്. പക്ഷേ ഇതിനെ നമ്പി നിൽക്കുന്ന ആൾക്കാരെ അവിടുന്ന് വിടുവിച്ച് കഴിഞ്ഞെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ.